ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വീഡിയോ അല്ലേ, ഒരു ഉപകാരമുള്ള വീഡിയോ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം സ്കൂൾ തുറക്കാൻ ഇനി ആകെ 10-15 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉപകാരമുള്ള വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ് കേട്ടോ. ഇനി വരാൻ പോണ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇറേസറും കട്ടറും പെന്നും പെൻസിലും അവിടെ ഇവിടെ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ വെക്കേഷനും കഴിഞ്ഞ് സ്കൂൾ തുറക്കാനാകുമ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഉണ്ടാക്കണതായിരുന്നു ഈ പെൻ ഹോൾഡർ. അപ്പോൾ ഒരു പെൻ ഹോൾഡറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ പീസാണ് വേണ്ടത്. ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. 2 പീസ് കാർഡ്ബോർഡ് വേണേ. 2 പീസും ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 പീസ് ഒരേപോലെ ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഷേപ്പ് ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു അഗർബത്തിയുടെ ബോക്സ് എടുക്കുക. നിങ്ങൾക്ക് എന്ത് ബോക്സ് വേണമെങ്കിലും എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഗ്ലൂ സ്റ്റിക്ക്, എൻ്റെ ഗ്ലൂ ഗൺ ചെറുതായിട്ടൊന്ന് പണി മുടക്കിയത് കൊണ്ട് തന്നെ ഞാൻ വെറും ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് ലൈറ്ററിൽ കാണിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ സ്റ്റിക്കാണ് നല്ലത്. മറ്റേ ഗം ആകുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടാൻ കുറച്ച് സമയമെടുക്കും. ഗ്ലൂ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ 2 സൈഡും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. 2 സൈഡും ഗ്ലൂ അത്യാവശ്യം ഒന്ന് തേച്ച് അത് ഒട്ടാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഞാൻ പിന്നെയും തലതിരിഞ്ഞു പോയി അല്ലേ, സംസാരിക്കുന്നതല്ല കേട്ടോ. ആ കാർഡ്ബോർഡ് വെച്ചതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 2 സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടാണ് ഈ ആക്രിലിക് പെയിൻറ്റ്. നമ്മുടെ ക്രാഫ്റ്റേഴ്സിന് എല്ലാവർക്കും അത്യാവശ്യം ഉപകാരമുള്ള സാധനമാണ് ഈ പെയിൻറ്റ്. അപ്പോൾ ഇതിൽ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഈ പെയിൻറ്റ് ഇതുപോലൊരു സർക്കിൾ നമുക്ക് സെൻറ്ററിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാൻ യെല്ലോ കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ റൗണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കളർ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഡാർക്ക് ചെയ്തിട്ട് കളർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. റെഡ് കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ പെറ്റൽസൊക്കെ അതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ പൂവിൻ്റെ ഫുൾ ആവാനായി, പെയിൻ്റ് അടിച്ച് ഫുള്ളാവാനായി എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈഡ് എന്തായാലും നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് ബാക്ക് സൈഡും കളർ ചെയ്ത് നമ്മുടെ പെൻ ഹോൾഡർ റെഡി ആയി.